നമസ്കാരം. ശൈല ടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് 9ാം ക്ലാസ്സിലെ കേരള പാഠഹവലിയിലെ കർമ്മോത്സുകതയുടെ ലാവണ്യ മുദ്രകൾ എന്ന ഭാഗത്തുള്ള തരിശു നിലങ്ങളിലേക്ക് എന്ന പദ്യഭാഗമാണ് വിവരിക്കുന്നത്. തിരുനല്ലൂർ കരുണാകരൻ സാറിന്റെ പദ്യമാണിത്. ഗാന്ധിജി അധ്വാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: അധ്വാനിക്കാതെ നേടുന്ന അപ്പം മോഷ്ടിക്കപ്പെട്ടതാണ്. ഈ കാണുന്ന ചിത്രത്തിൽ മനുഷ്യന്റെ കൈകളും കയ്യിൽ ഒതുങ്ങുന്ന വിവിധ ഉപകരണങ്ങളും നമുക്ക് കാണാം. ഈ ചിത്രം മനസ്സിൽ ഉണർത്തുന്ന ചിന്തകൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന ചിത്രത്തിൽ മനുഷ്യന്റെ കൈകൾക്കുള്ളിൽ പലതരത്തിലുള്ള പണിയായുധങ്ങൾ കാണാം. മനുഷ്യന്റെ കൈകളുടെ ശക്തി അനന്തമാണ്. അത് നിർവചിക്കുന്നതിനും അപ്പുറമാണെന്ന് സാരം. വൈദ്യശാസ്ത്രം, മത്സ്യബന്ധനം, കൃഷി, വിവരസാങ്കേതിക വിദ്യ, കെട്ടിട നിർമ്മാണ മേഖല തുടങ്ങി എല്ലാവിധത്തിലുമുള്ള അധ്വാനിക്കുന്നവരുടെ പ്രതിനിധാനങ്ങളാണവ. നദീതീരങ്ങളിലാണ് മനുഷ്യൻ ആദ്യമായി താമസമുറപ്പിച്ചിരുന്നത്. ആദ്യകാലത്ത് മനുഷ്യൻ നായാട്ടിലൂടെയും കൃഷിയിലൂടെയുമാണ് തങ്ങളുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോയിരുന്നത്. പിന്നീട് പലതരത്തിലുള്ള തൊഴിലുകളിലേക്ക് തിരിയാൻ ഇടയായി. അധ്വാനത്തിനു വേണ്ടി ഓരോരുത്തരും അവരുടേതായ ഉപകരണങ്ങൾ സ്വീകരിക്കുന്നു. അധ്വാനത്തിലൂടെ മാത്രമേ ഒരു സമൂഹത്തിന് ഉയർച്ച നേടാൻ ആവുകയുള്ളൂ. പാറക്കഷ്ണങ്ങളുടെയും മരങ്ങളുടെയും ഭാഗങ്ങൾ ഉപയോഗിച്ച് മൂർച്ചയുള്ള ആയുധങ്ങൾ ഉണ്ടാക്കിയ മനുഷ്യൻ പിന്നീട് കണ്ടുപിടുത്തങ്ങൾ നടത്തുകയും ഇന്നത്തെ രീതിയിലേക്ക് വളരുകയും ചെയ്തു. മനുഷ്യന്റെ കൈകൾ സൃഷ്ടിച്ച നേട്ടങ്ങൾ എടുത്തുകാട്ടുകയാണ് ഈ ചിത്രത്തിലൂടെ. അധ്വാനിക്കുന്ന ഓരോ കൈകളും സ്വന്തമായ പുരോഗതിയോടൊപ്പം രാഷ്ട്ര പുരോഗതിയെയും സഹായിക്കുന്നു. മനുഷ്യന്റെ സർഗാത്മകതകളെല്ലാം തന്നെ അധ്വാനമായി കണക്കാക്കണം. അധ്വാനത്തിൽ മനുഷ്യന്റെ കൈകൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് ഈ ചിത്രം വ്യക്തമാക്കുന്നു. തരിശു നിലങ്ങളിലേക്ക് തിരുനല്ലൂർ കരുണാകരൻ. തരിശു നിലങ്ങളിലേക്കു വരുന്നു കരിമുകിൽ പോലെ വേലക്കാർ, എരിയും വേനലിനറുതിയിലണയും കരിമുകിൽ പോലെ വേലക്കാർ. അവരുടെ മിഴിയിൽ മിന്നൽ പിണരുകളകമേ തെളിനീർ കുളിരുകളും, തളരാതുയരും കൈകളിലുണ്ടേഴകായി വിളയും വിത്തുകളും. ഇടിവാളുകളായി കുളിരായി അഴകായി അടിപതറാത്തൊരദൃശ്യതയായി തരിശു നിലങ്ങളിലേക്കു വരുന്നു കരുതിയിറങ്ങിയ വേലക്കാർ. തരിശു നിലങ്ങളിലേക്കു വരുന്നു കരുതിയിറങ്ങിയ വേലക്കാർ. കൃഷി ചെയ്യാത്ത നിലങ്ങളിലേക്ക് കരിമുകിൽ പോലെ തൊഴിലാളികൾ എത്തിച്ചേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത്. ഇവിടെ തൊഴിലാളികളെ കരിമുകിലിനോടാണ് കവി ഉപമിക്കുന്നത്. എരിയുന്ന വേനൽ അവസാനിക്കുവാൻ വേണ്ടിയാണ് കാർമേഘങ്ങളെപ്പോലെ തൊഴിലാളികൾ എത്തുന്നത്. ഒന്നും ചെയ്യാതെ കിടക്കുന്ന കൃഷിയിടങ്ങളെ ഫലഭൂയിഷ്ടമാക്കുകയാണ് തൊഴിലാളികളുടെ ലക്ഷ്യം. തൊഴിലാളികളുടെ കണ്ണുകളിൽ ഇടിമിന്നലിന്റെ കരുത്തും വീര്യവുമുണ്ട്. സ്നേഹത്തിന്റെ തെളിനീരുറവ അവരുടെ ഹൃദയത്തിൽ നമുക്ക് ദർശിക്കാനാവും. ഒരിക്കലും തളരാത്ത കരുത്ത് അവരുടെ കൈകളിൽ കാണാനാവുന്നു. അവർ തങ്ങളുടെ കൈകളിൽ ഫലസമൃദ്ധിയുടെ വിത്തുകൾ കരുതിയിട്ടുണ്ട്. ആർക്കും തോൽപ്പിക്കാനാവാത്ത വീര്യത്തോടു കൂടിയാണ് അവർ കൃഷിഭൂമിയിലേക്ക് കടന്നു വരുന്നത്. കൃഷിഭൂമി ഫലസമൃദ്ധിയാൽ നിറയ്ക്കുമെന്ന് അവരുടെ അടിയുറച്ച കാൽവയ്പുകൾ കാണിച്ചു തരുന്നു. വ്യഥകളെയുള്ളിലൊരുക്കിക്കൊണ്ട ഹൃദയശതങ്ങൾ തുടിക്കുമ്പോൾ തരസാ സൃഷ്ടി സ്ഥിതിലയ ശക്തികൾ ഒരുമിച്ചുണരുകയാണല്ലോ. അവരുടെ കാൽപ്പെരുമാറ്റങ്ങൾ പെരുവഴികളെ ഇട്ടുമെതിക്കുമ്പോൾ പ്രതിബന്ധങ്ങൾ തകർന്നടിയുന്നു ഗതകാലത്തിൻ ജീർണതകൾ. ഋതുഭംഗികളാർന്നെങ്കിലും ഉഴവിൻ ക്ഷതമേൽക്കാതാം താഴ്വരകൾ ഉടമകൾ വെറുതെ വന്ധ്യകളാക്കി കെടുതിയിലാഴ്ത്തിയ വയലുകളും അവരുടെ പദവിന്യാസരവം കേട്ടറിയാതാർദ്രത കോലുന്നു. ഹൃദയത്തിലെ ദുഃഖങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ടാണ് കർഷക തൊഴിലാളികൾ എത്തിച്ചേരുന്നത്. ഇവരുടെ ഹൃദയങ്ങൾ തുടിക്കുമ്പോൾ സൃഷ്ടിസ്ഥിതി ലയങ്ങളെല്ലാം അവരുടെ അധ്വാനത്തിൽ ഉണരുന്നു. അവരുടെ കാൽപ്പാടുകൾ വഴികളെ ചവിട്ടിമെതിക്കുമ്പോൾ തടസ്സങ്ങളെല്ലാം തകർന്നടിയുന്നു. കഴിഞ്ഞുപോയ കാലത്തിന്റെ ജീർണതകളെ തകർത്തെറിയുവാനാണ് അവർ എത്തിയിരിക്കുന്നത്. പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്നവയാണെങ്കിലും മഴുകൊണ്ടുള്ള മർദ്ദനമേൽക്കാത്തവയായ
പാടങ്ങൾ അതിന്റെ ഉടമകൾ കൃഷി ചെയ്യാതെ തരിശാക്കി ഇട്ടിരിക്കുന്നു. അങ്ങനെയുള്ള കൃഷിഭൂമികൾ ഉത്സാഹത്തോടുകൂടി ഉഴുതുമറിച്ച് കൃഷി ചെയ്യുവാനാണ് തൊഴിലാളികൾ എത്തിയിരിക്കുന്നത്. തൊഴിലാളികളുടെ കാലടി ശബ്ദം കേട്ട് ഭൂമി സന്തോഷിക്കുന്നു. തൊഴിലാളികളുടെ കൈകളുടെ കരുത്തേറ്റ് സമൃദ്ധമാകാൻ അവർ കൊതിക്കുന്നു. അവരുടെ നീണ്ട ബലിഷ്ഠകരങ്ങളിൽ അമരാൻ മൂരി നിവർക്കുന്നു. മുഴുവൻ ഭൂമിയുമൊറ്റച്ചാലായുഴുതുമറിക്കും വീര്യമോടെ. അണിയണിയായി വേലക്കാരവരടിവെച്ചടിവെച്ചണയുമ്പോൾ അവരുടെ കൂർത്ത പരുക്കൻ വാക്കുകൾ, അവരുടെ ഹൃദയ സ്പന്ദനങ്ങൾ ഇടിയൊച്ചകൾ പോലാകാശത്തെ കിടിലം കൊള്ളിച്ചുയരുന്നു. ഇടിയൊച്ചകൾ പോലാകാശത്തെ കിടിലം കൊള്ളിച്ചുയരുന്നു. തൊഴിലാളികളുടെ ബലമേറിയ കൈകളുടെ കരുത്തേറ്റ് സമൃദ്ധമായി തീരുവാൻ തരിശായി കിടക്കുന്ന വയലേലകൾ കൊതിക്കുന്നു. കർഷക തൊഴിലാളികൾ ആ വയലുകൾ മുഴുവൻ ഉഴുതുമറിച്ച് സമൃദ്ധിയിലേക്ക് നയിക്കുവാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അടിവെച്ചണയുന്നത്. അവരുടെ പരുക്കൻ വാക്കുകളും ഹൃദയസ്പന്ദനങ്ങളും ഇടിയൊച്ചകൾ പോലെ ആകാശത്തെ കിടിലം കൊള്ളിക്കുന്നു. അറിയുക ഞങ്ങളനേകം നിരകളിൽ വറുതിയോടംഗം വെട്ടുന്നോർ, മൃതിയായാളും പട്ടിണിയിൽ സ്വയമെരിയുമ്പോഴും ജീവിപ്പോർ. കൊടിയ കരിങ്കൽ കുന്നുകൾ ഞങ്ങളുടെ അടിയേറ്റാകെ തകരുമ്പോൾ ഉഴുതുമറിക്കാൻ എന്തേ പാടി പുതുമണ്ണിൽ കുതുകാർദ്രതകൾ. ഉഴുതുമറിക്കാൻ എന്തേ പാടി പുതുമണ്ണിൽ കുതുകാർദ്രതകൾ. ദാരിദ്ര്യത്തോട് പടപൊരുതുന്നവരും ചൂഷണത്തോട് യുദ്ധം ചെയ്യുന്നവരുമായ ഞങ്ങൾ പട്ടിണിയിൽ സ്വയം എരിയുമ്പോഴും പൊരുതി ജീവിക്കുന്നു. വളരെ കാഠിന്യമേറിയ കരിങ്കൽ കുന്നുകൾ പോലും തൊഴിലാളികളുടെ കാലടിക്കീഴെ തകർന്നു തരിപ്പണമാകുന്നു. അങ്ങനെയുള്ള തൊഴിലാളികൾക്ക് ഈ പുതിയ മണ്ണിനെ ഉഴുതുമറിച്ച് പുഷ്കലമാക്കാൻ എന്ത് തടസ്സമാണുള്ളത്? ഈ കവിതയിലൂടെ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ കഠിനാധ്വാനം എത്ര മഹത്വമേറിയതാണെന്ന് കവി ഉദ്ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കവി പരിചയം. തിരുനല്ലൂർ കരുണാകരൻ കവിയും ഭാഷാ പണ്ഡിതനും അധ്യാപകനും വിവർത്തകനുമായിരുന്നു. 1924 ഒക്ടോബർ 8 കൊല്ലം പെരിനാട് P.K. പത്മനാഭന്റെയും ലക്ഷ്മിയുടെയും മകനായി ജനിച്ചു. കൊല്ലം SN കോളേജിൽ മലയാളം ട്യൂട്ടറായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. 2006 ജൂലൈ 5 അന്തരിച്ചു. പ്രധാന കൃതികൾ: കവിതകൾ സമാഗമം, മഞ്ഞുതുള്ളികൾ, സൗന്ദര്യത്തിന്റെ പടയാളികൾ, പ്രേമം മധുരമാണ് ധീരവുമാണ്, രാത്രി, റാണി, അന്തിമയങ്ങുമ്പോൾ, താഷ്കന്റ്, ഗ്രീഷ്മസന്ധ്യകൾ, വയലാർ, ഗാന്ധാരി. വിവർത്തനങ്ങൾ: മേഘസന്ദേശം, അഭിജ്ഞാന ശാകുന്തളം, ജിപ്സികൾ, ഒമർ ഖയ്യാമിന്റെ ഗാഥകൾ, പ്രാചീന ഭാരതത്തിലെ ഭൗതികവാദം. പുരസ്കാരങ്ങൾ: ആശാൻ പുരസ്കാരം, വയലാർ പുരസ്കാരം, മുല്ലൂർ അവാർഡ്, അബുദാബി ശക്തി അവാർഡ്, കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന എന്നിവ ലഭിച്ചിട്ടുണ്ട്. കവിയെക്കുറിച്ച്: മലയാള കവിതയിലെ അരുണദശകത്തിലെ കവികളിൽ പ്രമുഖനായിരുന്നു. ഇന്ത്യൻ തത്വചിന്തയിലും മാർക്സിസം ഉൾപ്പെടെയുള്ള തത്വചിന്തകളിലും പാണ്ഡിത്യം ഉണ്ടായിരുന്നു. മലയാളത്തിലെ വിപ്ലവ കവികളിൽ ഒരാളായാണ് അറിയപ്പെടുന്നത്. മർദ്ദിതർക്കും പതിതർക്കും വേണ്ടി പാടിയ കവിയാണ് കരുണാകരൻ. അദ്ദേഹത്തിന്റെ കവിതകളിൽ അധികവും അന്ന് നിലവിലിരുന്ന വ്യവസ്ഥിതിക്കെതിരായി വിപ്ലവാഭിമുഖ്യം പുലർത്തുന്നവയാണ്. ഡോക്ടർ M. ലീലാവതി തിരുനല്ലൂർ കരുണാകരന്റെ കവിതകളെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: സ്വാതന്ത്ര്യ ലബ്ധിക്കു ശേഷമുള്ള 3-4 ദശകങ്ങളിൽ അധ്വാനിക്കുന്ന ജനവർഗത്തിന്റെ ഒപ്പം നിന്ന ഒരു ഹൃദയാലുവിന്റെ അന്തഃപ്രകമ്പനങ്ങളുടെയും അടരാടുന്ന ജനതതിയുടെ ധീരതയോടുള്ള ആരാധനാഭാവത്തിന്റെയും അവരുടെ അന്തിമ വിജയത്തെക്കുറിച്ചുള്ള ശുഭാപ്തി ബോധത്തിന്റെയും വിജയത്തിന് പ്രതിബന്ധങ്ങളായി തീരുന്ന പ്രരൂഢ നിഗൂഢ ശക്തികളോടുള്ള ജ്വലിക്കുന്ന അമർഷത്തിന്റെയും ഏറ്റുമുട്ടലുകളിൽ അനിവാര്യമായി സംഭവിക്കുന്ന ദുരന്തങ്ങളാൽ ഉന്നിദ്രമമാകുന്ന വ്യഥകളുടെയും രൂപരേഖകൾ. ഇനി പഠന പ്രവർത്തനങ്ങൾ നോക്കാം. അർത്ഥം: കരിമുകിൽ, കാർമേഘങ്ങൾ, അറുതി വരുത്തുക, അവസാനിപ്പിക്കുക, അണയുക, എത്തിച്ചേരുക, മിഴി, കണ്ണ്, അകമേ, ഉള്ളിൽ, തെളിനീർ, തെളിഞ്ഞ വെള്ളം, അഴക്, ഭംഗി, അദൃശ്യത, കീഴടക്കാനാവാത്ത, വ്യഥ, ദുഃഖം, ശതം, 100, തരസ, പെട്ടെന്ന്, പ്രതിബന്ധം, തടസ്സം.
ഗതകാലം, പോയ കാലം, ജീർണത, പഴക്കം, ക്ഷതം, മുറിവ്, വന്ധ്യ, ഫലമില്ലാത്ത, കെടുതി, നാശം, പദവിന്യാസം, കാൽപ്പെരുമാറ്റം, കോലുന്നു, ഉണ്ടാവുന്നു, ബലിഷ്ടം, ബലവത്തായ, മൂരി നിവർക്കുക, കൈകൾ മേലപ്പോട്ടാക്കി ഞരമ്പുകളാകെ നിവരത്തക്ക വിധം ശരീരം നിവർത്തുക, സ്പന്ദനം, മിടിപ്പ്, കിടിലം കൊള്ളിക്കുക, പിടിച്ചു കുലുക്കുക. കവിതയുടെ ആശയം നോക്കാം. തിരുനല്ലൂർ കരുണാകരന്റെ തരിശുനിലങ്ങൾ എന്ന കവിതയിൽ ഒത്തൊരുമയോടുകൂടി അധ്വാനിക്കാൻ ഇറങ്ങിപ്പുറപ്പെടുന്ന കർഷക തൊഴിലാളികളുടെ കരുത്തും ആത്മാഭിമാനവും വെളിവാകുന്നു. തരിശുനിലങ്ങളെ ഫലസമൃദ്ധിയുടെ ഊഷ്മളതയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ ശ്രമിക്കുന്ന തൊഴിലാളികളുടെ ആത്മവിശ്വാസത്തിന്റെ ആവിഷ്കാരമാണ് ഈ കവിതയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഭൂമിയെ സമൃദ്ധമാക്കാൻ എത്തിച്ചേരുന്ന തൊഴിലാളികളെ കരിമുകിൽ പോലെ വേലക്കാർ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് കവിത തുടങ്ങുന്നത്. ഇതിൽ നിന്നും ആ കൃഷിഭൂമികൾക്ക് ഈ തൊഴിലാളികൾ എത്രമാത്രം വേണ്ടപ്പെട്ടവരാണെന്ന് നമുക്ക് മനസ്സിലാവും. അതുമാത്രമല്ല, കരുത്തിന്റെയും ശക്തിയുടെയും പ്രതീകങ്ങളായി കാർമേഘങ്ങൾ പോലെ അവർ നമ്മുടെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്നു. മഴയ്ക്കു വേണ്ടി കാത്തുനിൽക്കുന്ന വേഴാമ്പലിനെ പോലെയാണ് ഇവിടെ വയലുകൾ. വേനലിൽ മനുഷ്യരും ഭൂമിയും മഴമേഘത്തിനു വേണ്ടി കാത്തിരിക്കുന്നു. സ്വന്തം ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കിക്കൊണ്ട് കടന്നുവരുന്ന തൊഴിലാളികളുടെ കണ്ണുകളിൽ പ്രത്യാശയുടെ കിരണങ്ങളും നെഞ്ചിൽ സ്നേഹത്തിന്റെ കുളിരുമുണ്ട്. അവരുടെ ആ വരവിൽ സൃഷ്ടി സ്ഥിതി ലയങ്ങൾ ഒരുമിക്കുന്ന കാഴ്ചയാണ് കാണാനാവുന്നത്. എന്നു പറഞ്ഞാൽ പുതിയ ഒന്നിനെ സൃഷ്ടിക്കുവാനും അതിന് ജീവൻ കൊടുക്കുവാനും തടസ്സമായി നിൽക്കുന്നതിനെ സംഹരിക്കുവാനും ഈ തൊഴിലാളി വർഗത്തിന് കഴിവുണ്ട്. തൊഴിലാളികളുടെ കാൽവയ്പ്പുകളിൽ എന്തിനേയും തകർത്തെറിയാനുള്ള ശക്തിയുണ്ട്. ഗതകാലത്തിന്റെ ജീർണതകൾ എന്നു പറയുന്നതിൽ നിന്ന് മുമ്പ് തൊഴിലാളി വർഗം നേരിട്ടിരുന്ന പ്രതിബന്ധങ്ങളെ കാട്ടിത്തരുവാനാണ് കവി ശ്രമിക്കുന്നത്. പഴയകാലം കഴിഞ്ഞുപോയെന്നും ഇന്ന് തൊഴിലാളികൾ എന്തിനേയും തകർത്തെറിയുന്ന ശക്തിയായി മാറിയിരിക്കുന്നുവെന്നും പറയാതെ പറയുകയാണ് കവി ഇവിടെ ചെയ്യുന്നത്. എന്നു പറഞ്ഞാൽ അന്തിമമായ വിജയം എപ്പോഴും തൊഴിലാളികളുടെ കരുത്തിന് തന്നെയാണ്. ഋതുഭംഗികൾ നിറഞ്ഞു നിൽക്കുന്നവയാണ് കൃഷിഭൂമികളെങ്കിലും അതിന്റെ ഉടമകൾ അതിനെ വന്ധ്യകളാക്കി ഇട്ടിരിക്കുന്നു എന്ന് പറയുന്നതിൽ നിന്നും കൃഷിഭൂമിയുടെ അവസ്ഥ വ്യക്തമാകുന്നു. അതിനാൽ കൃഷിഭൂമികൾ ഉർവരയാകാൻ കൊതിക്കുന്നുവെന്നും അവയെ അതിന് സഹായിക്കുവാൻ വേണ്ടിയാണ് തൊഴിലാളികൾ എത്തിച്ചേരുന്നത് എന്നുമാണ് പറയുന്നത്. അതിനാൽ ആ തൊഴിലാളികളുടെ പദവിന്യാസത്തിനു വേണ്ടി വയലേലകൾ കാത്തിരിക്കുന്നുവത്രേ. വർദ്ധിത വീര്യത്തോടെ അടിവെച്ചടിവെച്ച് കടന്നുവരുന്ന തൊഴിലാളികളുടെ ദൃഢനിശ്ചയം പേറിയ വാക്കുകളും ഹൃദയ തുടിപ്പുകളും ആകാശത്ത് ഉയിർക്കൊള്ളുന്ന ഇടിയൊച്ചകൾ പോലെയാണ്. സാമൂഹിക പരിവർത്തനത്തിൽ തൊഴിലാളി സമൂഹം വഹിച്ച പങ്ക് തിരിച്ചറിയാൻ ഈ കവിത നമ്മെ സഹായിക്കുന്നു. ദാരിദ്ര്യത്തോടും കഷ്ടപ്പാടിനോടും പടവെട്ടുന്നവരും മരണസമാനമായ പട്ടിണിയിൽ സ്വയം എരിയുന്നവരുമായ തൊഴിലാളികൾ തലയുയർത്തിപ്പിടിച്ച് നിശ്ചയദാർഢ്യത്തോടുകൂടിയാണ് നിൽക്കുന്നത്. അങ്ങനെയുള്ള ഇവരുടെ കാൽച്ചുവട്ടിൽ കരിങ്കൽ കുന്നുകൾ പോലും പൊടിഞ്ഞമരുന്നു. എന്തിനേയും തകർക്കാൻ ചങ്കൂറ്റമുള്ള തൊഴിലാളി വർഗത്തിന് ഈ ഭൂമിയെ ഉഴുതുമറിക്കുവാൻ എന്ത് പ്രയാസമാണുള്ളത്? തൊഴിലാളി സമൂഹത്തിന് എതിരായി ഉണ്ടായിരുന്ന അടിച്ചമർത്തലിനെതിരെ ഏതു ദുർഘട ഘട്ടത്തിലും ഒറ്റക്കെട്ടായി നിന്ന് നേരിടാൻ തയ്യാറാകുന്ന തൊഴിലാളി സമൂഹത്തിന്റെ ഉദാഹരണങ്ങൾ ഈ കവിതാ ശകലത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അധ്വാനിക്കാൻ തയ്യാറാകുന്നവർക്ക് മാത്രമേ എന്തിനേയും ചങ്കുറപ്പോട് നേരിടാൻ ആവുകയുള്ളൂ. കഠിനാധ്വാനം മഹത്തായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള അടിത്തറയായി വർത്തിക്കുന്നു. കഠിനാധ്വാനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു മനുഷ്യന്റെ കാഴ്ചപ്പാട് നമുക്ക് ഈ കവിതയിൽ ദർശിക്കാനാവും. വിശകലനം ചെയ്യുക. തരിശുനിലങ്ങളിലേക്ക് വരുന്നു കരിമുകിൽ പോലെ വേലക്കാർ. എരിയും വേനലിനറുതിയിലണയും കരിമുകിൽ പോലെ വേലക്കാർ. കരിമുകിൽ പോലെ വേലക്കാർ എന്നു പറഞ്ഞുകൊണ്ടാണ് തരിശുനിലങ്ങളിലേക്ക് വരുന്ന തൊഴിലാളികളെ അവതരിപ്പിച്ചിരിക്കുന്നത്. എരിയുന്ന വേനൽ എന്ന വരികളിൽ വേനലിന്റെ രൂക്ഷത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാം. രൂക്ഷതയുള്ള വേനലിന് ശമനമുണ്ടാക്കുവാൻ കാർമേഘം പോലെ ജോലിക്കാർ എത്തുന്നു എന്ന് പറയുമ്പോൾ മഴയെ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെയായി തീരുന്നു വയലുകൾ. ഉണങ്ങി വരേണ്ട വയലുകളുടെ പ്രതീക്ഷയാണ് മഴ. അതുകൊണ്ട് മഴയുമായി കടന്നുവരുന്ന കാർമേഘം എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നു. പ്രകൃതിയും മനുഷ്യനും ഒരുപോലെ കാർമേഘത്തിന്റെ വരവിൽ സന്തോഷിക്കുന്നു.
തരിശായി കിടക്കുന്ന വയലുകളെ ഒരു പുതിയ ലോകം തീർക്കാനായി അടിപതറാതെ വിത്തുകളും ഏന്തിക്കൊണ്ട് ദുഃഖങ്ങളെല്ലാം ഉള്ളിലൊതുക്കി അവർ വരുന്നു എന്ന് പറയുമ്പോൾ ഒരു പുതിയ ലോകം തീർക്കാനായി എത്തിച്ചേരുന്ന തൊഴിലാളികളുടെ ആത്മധൈര്യം ഈ ലോകത്തിന് എത്രമാത്രം ഉണർവ് നൽകുമെന്നത് അടിവരയിട്ട് പറയുകയാണ് കവി ഇവിടെ ചെയ്തിരിക്കുന്നത്. കഠിനാധ്വാനത്താൽ ഉഴുതുമറിച്ച് ആർദ്രമാക്കി വയലേലകളിൽ പൊൻകതിർ വിളയിക്കാനാണ് കരിമുകിൽ പോലെ തൊഴിലാളികൾ എത്തുന്നത്. കരിമുകിൽ എന്ന പ്രയോഗം വളരെ അർത്ഥവത്തായിട്ടാണ് കവി ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. മുഴുവൻ ഭൂമിയും ഒറ്റച്ചാലായി ഉഴുതുമറിക്കും വീര്യമോടെ അണിയണിയായി വേലക്കാരവരടിവച്ചടിവച്ചണയുമ്പോൾ. തൊഴിലാളികളുടെ എന്തെല്ലാം സവിശേഷതകളാണ് ഈ വരികളിൽ തെളിയുന്നത് ചർച്ച ചെയ്യുക. ഇതുപോലുള്ള മറ്റു വരികൾ കവിതയിൽ നിന്ന് കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. വരണ്ട ഭൂമിയിലേക്ക് കൃഷി ചെയ്യുവാനായി കടന്നുവരുന്ന തൊഴിലാളികളുടെ നിശ്ചയദാർഢ്യവും ഒത്തൊരുമയും ഈ വരികളിൽ നമുക്ക് കാണാനാവും. തങ്ങളുടെ കരുത്തുപയോഗിച്ച് ഭൂമിയെ ഉർവരമാക്കാൻ കഴിയുമെന്ന് അവരുടെ കാൽവെപ്പുകൾ തെളിയിക്കുന്നു. തൊഴിലാളികളുടെ കാൽവെപ്പുകളുടെ ഉറപ്പ് ഭൂമിയെ സന്തോഷിപ്പിക്കുന്നു. ഏത് പ്രതിബന്ധങ്ങളെയും തകർക്കാനുള്ള ആത്മധൈര്യം അവർക്കുണ്ട്. തരിശു നിലങ്ങളെ ഫലഭൂയിഷ്ടമാക്കുക നിസ്സാരമായ ഒരു കാര്യമല്ല. തരിശായി കിടക്കുന്ന വയലുകളെ തങ്ങളുടെ കഠിനാധ്വാനത്തിൽ ഉഴുതുമറിച്ച് ആർദ്രമാക്കി പൊൻകതിർ വിളയിക്കാനാണ് കരിമുകിൽ പോലെ തൊഴിലാളികൾ എത്തുന്നത്. ഭൂമിയെ ഒറ്റച്ചാലായി ഉഴുതുമറിക്കുമെന്ന് പറയുമ്പോൾ ബലരാമന്റെ കഥ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. എന്തിനേയും അസാമാന്യ ധൈര്യത്തോടെ നേരിടുന്നവർ തന്നെയാണിവർ എന്ന് വ്യക്തം. മറ്റു വരികൾ: അവരുടെ കൂർത്ത പരുക്കൻ വാക്കുകൾ അവരുടെ ഹൃദയസ്പന്ദനങ്ങൾ ഇടിയൊച്ചകൾ പോലെ ആകാശത്തെ കിടിലം കൊള്ളിച്ചുയരുന്നു. തരിശുനിലത്തിൽ പണി ചെയ്യാനായി കടന്നുവരുന്ന കർഷക തൊഴിലാളികളുടെ വാക്കുകളെ പരുക്കൻ വാക്കുകളായിട്ടാണ് കവി ഇവിടെ പറയുന്നത്. ഭൂമിയെ ഉഴുതുമറിച്ച് സമ്പൽ സമൃദ്ധിയിലേക്ക് നയിക്കാനുള്ള കരുത്തോടുകൂടി കടന്നുവരുന്ന കർഷക തൊഴിലാളികളുടെ വാക്കുകളെ കൂർത്ത, പരുക്കൻ എന്നീ വാക്കുകളിലൂടെ വിശേഷിപ്പിക്കുന്നതിലൂടെ അവർ അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങളും ദുഃഖങ്ങളും കഠിനമായിരുന്നു എന്ന കാഴ്ചപ്പാട് ഏവരിലും ഉണ്ടാകുന്നു. വാക്കുകളും ഹൃദയസ്പന്ദനങ്ങളും ഇടിയൊച്ചകൾ പോലെ കിടിലം കൊള്ളിക്കുന്നു എന്ന് പറയുന്നതിലൂടെ അവർ എത്രത്തോളം ലോകത്തോട് തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യേണ്ടി വരുന്നുവെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ലോകമെമ്പാടും ഉണ്ടാകുന്ന തൊഴിലാളി വർഗത്തിന്റെ മുന്നേറ്റത്തിനെ സൂചിപ്പിക്കാൻ ഈ വരികൾ സഹായിക്കുന്നു. അധ്വാന വർഗത്തിന്റെ ജീവിതാവസ്ഥയും അധ്വാനത്തോടുള്ള മനോഭാവവും ആവിഷ്കരിക്കുന്ന കവിതയാണ് തരിശുനിലങ്ങളിലേക്ക്. കവിതയിൽ നിന്ന് സൂചനകൾ കണ്ടെത്തി ഈ പ്രസ്താവനയോട് പ്രതികരിക്കുക. തരിശുനിലങ്ങളിലേക്ക് എന്ന കവിത തൊഴിലാളികളുടെ ജീവിതത്തിന്റെ തനിമയാർന്ന ചിത്രമാണ് നമുക്ക് നൽകുന്നത്. ഈ കവിത വിപ്ലവ വീര്യമാർന്ന തൊഴിലാളികളുടെ ഉണർത്തുപാട്ടായി മാറുന്നു. അന്നത്തെ കാലത്ത് അധ്വാനിച്ചിരുന്ന തൊഴിലാളികൾ നേരിട്ടിരുന്ന ദുരിതങ്ങൾ ഈ കവിതയിലൂടെ വെളിച്ചത്തു വരുന്നു. തങ്ങളുടെ ദുഃഖങ്ങളെ ഉള്ളിലൊതുക്കിക്കൊണ്ടാണ് തൊഴിലാളികൾ കടന്നു വരുന്നത്. ജീവിത ദുഃഖങ്ങളോട് പടപൊരുതുന്നവരായിട്ടാണ് ഈ കവിതയിൽ തൊഴിലാളികളെ അവതരിപ്പിച്ചിരിക്കുന്നത്. തങ്ങളുടെ വ്യഥകൾ ഉള്ളിലൊരുക്കിക്കൊണ്ടാണ് അവർ കടന്നു വരുന്നത്. പട്ടിണിയോടും ജീവിത ദുരിതങ്ങളോടും പടവെട്ടിക്കൊണ്ടിരിക്കുന്ന അവർ തങ്ങളുടെ മുന്നിലുള്ള എന്തിനേയും ഏതിനേയും തൂത്തെറിയാൻ കഴിയുന്ന കാൽവെപ്പുകളോടെയാണ് കടന്നു വരുന്നത്. തരിശു ഭൂമിയിൽ അധ്വാനിച്ച് അവിടെ കനകം വിളയിക്കാനുള്ള ഉജ്ജ്വല ശ്രമത്തിനാണ് തൊഴിലാളികൾ തുനിയുന്നത്. അവരുടെ ഉൾക്കരുത്താണ് അതിനവരെ സഹായിക്കുന്നത്. അവരുടെ ഉറച്ച കാലടികൾ പെരുവഴികളെ ചവിട്ടി മെതിച്ചുകൊണ്ട് കടന്നുവരുന്നു എന്ന് പറയുമ്പോൾ ഏതു പ്രതിബന്ധങ്ങളെയും തകർത്തെറിയാനുള്ള അവരുടെ ശക്തിയാണ് മനസ്സിലാക്കാനാവുന്നത്. തൊഴിലാളികളുടെ ബലിഷ്ഠമായ കരങ്ങളിൽ അമരുവാൻ കൊതിക്കുന്ന വയലുകൾ അവയുടെ മൂരി നിവർത്തി തയ്യാറാകുന്നതായി കവി പറയുന്നു. തൊഴിലാളികളുടെ കൂർത്ത പരുക്കൻ വാക്കുകളും ഹൃദയസ്പന്ദനങ്ങളും ആകാശത്തെ ഇടിയൊച്ചകൾ പോലെ മുഴങ്ങുന്നു. തങ്ങൾ വറുതിയിൽ അംഗം വെട്ടി ജയിച്ചവർ മാത്രമല്ല, പട്ടിണിയെ ഉൾക്കരുത്തോടെ തോൽപ്പിച്ചവരാണെന്നും അവർ വിളിച്ചു പറയുന്നു. കരിങ്കൽ കുന്നുകളെ അടിച്ചു തകർക്കുന്ന തങ്ങൾക്ക് പൊതുമണ്ണിനെ ഉഴുതുമറിക്കാൻ ഒരു പ്രയാസവുമില്ലെന്ന് പറയുമ്പോൾ അധ്വാനത്തിനോടുള്ള അവരുടെ മനോഭാവം കവിതയിൽ വ്യക്തമാകുന്നു. ഒറ്റച്ചാലായി ഉഴുതുമറിക്കുക എന്ന് പറയുമ്പോൾ ഭൂമിയെ മുഴുവൻ ഉഴുതുമറിച്ചു വരുന്ന അവരുടെ ഐക്യമാണ് അവിടെ വെളിവാകുന്നത്. സമൂഹത്തിന്റെ ഉയർച്ചയിലൂടെ മാത്രമേ ഒരു ജനതയ്ക്ക് ഉയർച്ച ഉണ്ടാവുകയുള്ളൂ. ഈ കവിതയിൽ ആ കാഴ്ചപ്പാട് ദൃശ്യമാകുന്നു. അതുമാത്രമല്ല, സമൂഹത്തിന്റെ ഉയർച്ച കൃഷിയിലൂടെയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ട ആവശ്യകതയും വളരെ വ്യക്തമായി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ തലമുറ അതിൽ നിന്നു മാറിപ്പോയിരിക്കുന്നു.
യഥാർത്ഥ അധ്വാനം വിയർപ്പൊഴുക്കാതെ കിട്ടുന്നതല്ല എന്ന് മനസ്സിലാക്കുന്നിടത്ത് സമൂഹം വിജയിക്കുന്നു. 4. ഇരമ്പുമിരമ്പുന്നൊരൂർജവും യുവാക്കൾ തൻ ഞരമ്പിലൂടെ പാളും നൂതന ചൈതന്യവും പാറവെട്ടാനും പുഴയ്ക്കണകെട്ടാനും വിദ്യുദ്ധാരയാൽ പൊതുകർമ്മശാലകൾ ഊട്ടിയിടാനും കൂട്ടായ കൃഷിഭൂവിൽ യന്ത്രത്തിൽ കലപ്പയാൽ പൂട്ടാനും കതിർ കൊയ്തു കൂട്ടാനും ത്വരിക്കവേ ആ മഹാസംരംഭത്തിൽ സംഘഗാനത്തിൽ ചേർന്നു നാം അനുഭവിക്കാം പണ്ടില്ലാത്തൊരഭിമാനം. യുഗപരിവർത്തനം, വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. യുഗപരിവർത്തനം എന്ന വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ കവിതയിലെ വരികളാണിത്. അധ്വാനത്തിന്റെ മഹത്വത്തെക്കുറിച്ചാണ് ഈ കവിതയും വിളിച്ചു പറയുന്നത്. ഇരുമ്പ് എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ആയുധത്തിനെയാണ്. യുവാക്കളുടെ ശരീരത്തിൽ നിന്ന് ഇരമ്പി ഒഴുകുന്ന ഊർജവും ഞരമ്പിലൂടെ ത്രസിക്കുന്ന പുതു ചൈതന്യവും ഉപയോഗിച്ച് നമുക്ക് പാറ പൊട്ടിക്കുവാനും അണക്കെട്ടുകൾ നിർമ്മിക്കുവാനും വൈദ്യുതി പ്രവാഹത്തിലൂടെ പണിശാലകൾ പ്രവർത്തിപ്പിക്കുവാനും കഴിയും. അതുമാത്രമല്ല, കൃഷിഭൂമിയിൽ ഇന്നത്തെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിലമുഴുവാനും കതിരുകൾ കൊയ്യാനും ആളുകൾ ഉത്സാഹം കാണിക്കുന്നു. എന്നുവെച്ചാൽ പഴയ കൃഷിരീതികളിലൂടെ കൃഷി മുൻപോട്ട് കൊണ്ടുപോയിരുന്നവർ യന്ത്രയുഗത്തിൽ ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് തങ്ങളുടെ ഉള്ളിലേക്ക് ചേക്കേറുന്ന അഭിമാനത്തെ സഹർഷം സ്വാഗതം ചെയ്യുന്നു എന്നാണ് കവി പറയുന്നത്. എന്നുവെച്ചാൽ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തൊഴിലാളികൾ തയ്യാറാകുന്നതും അതിലൂടെ അധ്വാനത്തിന്റെ മഹത്വം വെളിവാക്കുന്നതുമാണ് ഈ വരികൾ. തരിശുനിലങ്ങൾ എന്ന പദ്യത്തിലേതാണ്. മുഴുവൻ ഭൂമിയെയും ഉഴുതുമറിച്ച് കൃഷിയോഗ്യമാക്കുവാൻ വേണ്ടി ഒറ്റക്കെട്ടായി തൊഴിലാളികൾ അടിവെച്ചടിവെച്ച് കടന്നുവരുന്നു. അവർ എന്തിനേയും തകർത്തെറിയാൻ ചങ്കൂറ്റമുള്ളവരായിട്ടാണ് കാണപ്പെടുന്നത്. അധ്വാനിക്കുന്ന ജനവർഗമാണ് മറ്റുള്ളവരുടെ അന്നദാതാക്കളായി മാറുന്നത്. എന്നാൽ അവരുടെ കഷ്ടപ്പാട് സമൂഹം തിരിച്ചറിയാതെ വരുന്നു. കഠിനാധ്വാനമാണ് വിജയത്തിന്റെ താക്കോൽ എന്ന് തിരിച്ചറിയുന്ന സമൂഹത്തിന് മാത്രമേ ഇതുപോലുള്ള ആളുകളെ ബഹുമാനിക്കാനാവൂ. ഒരു കാര്യവും കഠിനമാണെന്ന പേരിൽ ഉപേക്ഷിക്കാതിരിക്കുക. ധൈര്യമായി മുന്നോട്ടു പോവുക. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും. അച്ചടക്കം, അർപ്പണബോധം, പ്രതിബദ്ധത, സ്ഥിരത ഇത് നമ്മെ നേട്ടത്തിലേക്ക് നയിക്കും എന്ന വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.